ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യർ. ദശകം 28. ശ്രീഹരിയേ നമഃ. ശ്ലോകം 1. ഗരളം തരളാനലം പുരസ്താജ്ജലധേരുദ്വിജഗാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവൽ പ്രിയാർത്ഥം. മലയാള പരിഭാഷ. ഇളകുന്നനലാഭയോടെയാദ്യം കടലിൽ നിന്നഥ പൊങ്ങി കാളകൂടം സുരകീർത്തനതുഷ്ടനായി മഹേശൻ അതിനെ മോന്തി ഭവാനുദോഷമേകാൻ. ശ്ലോകം 2. വിമഥൽസു സുരാസുരേഷു ജാതാ സുരഭിസ്താം ഋഷിശൂന്യഥാസ്ത്രിധാമൻ ഹയരത്നമപ്പൂതദഥേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. മലയാള പരിഭാഷ. അസുരാസുരമന്ധനാലുയർന്നു സുരഭി അങ്ങു മഹർഷിമാർക്കു നൽകി ദ്രുമമപ്സരസാനയശ്വമെന്നീ പുനരുണ്ടായതു ദേവവംശജർക്കും. ശ്ലോകം 3. ജഗദീശ ഭവത്പരാ തദാനിം ഗമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യ യാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകാ. മലയാള പരിഭാഷ. ജലജാതവ കാമിനി മഹൽമൻ ജലമധ്യത്തിലുയർന്നു ദേവി പിന്നെ അതിമോഹനമായ കാന്തി കണ്ടങ്ങസുരന്മാർ സുരരും പകച്ചു നിന്നു. ശ്ലോകം 4. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരിൽ സകലോപഹൃതാഭിഷേചനീയൈർഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. മലയാള പരിഭാഷ. മനമങ്ങിലുറച്ചൊരിന്ദിരയ്ക്കായി സുരനാഥൻ ബത രത്നപീഠമേകി ഉടനെ വരുമാനയിച്ച തീർത്ഥാൽ ഋഷിമാർ സ്നാനവുമേകി വാഴ്ത്തിയൊപ്പം. ശ്ലോകം 5. അഭിഷേകജലാനുപാതിമുഗ്ധത്വതുപങ്കൈരവഭൂഷിതംഗവല്ലീം മണികുണ്ടലപീതചേലഹാരാപ്രമുഖൈസ്താം അമരാദയോന്വഭൂഷൻ. മലയാള പരിഭാഷ. അഭിഷേകജലേ കുളിച്ച മെയ്യിൽ തവ കണ്ണോട്ടമലങ്കരിച്ച ദേവീം മണി കാതണി പീതവസ്ത്രഹാരം സുരരും ചാർത്തി അവൾക്കു ഭംഗി കൂട്ടി. ശ്ലോകം 6. വരണസ്ത്രജമാത്തഭൃംഗനാദാം ദദസീ സാ കുചകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. മലയാള പരിഭാഷ.
അളിതൻ രവമോടെ മാലയേന്തി കുചഭാരാലടിവെച്ചു മന്ദമന്ദം പദനൂപുരശിഞ്ചിത സ്വനത്താൽ പുളകം പുണ്ടവളെത്തിലജ്ജയോടെ. ശ്ലോകം 7. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാല. മലയാള പരിഭാഷ. വിധി സർവസമസ്തദേവജാലം ഗുണവാന്മാരപി ദോഷമുക്തരല്ല. അതിനാലഥ ദേവി മാല്യമിട്ട സകലാഭീഷ്ട വരിച്ചു നിന്നെയപ്പോൾ. ശ്ലോകം 8. ഉരസാതരസാമമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമസ വിശ്വം. മലയാള പരിഭാഷ. ഒരു മോഹവുമില്ല മറ്റൊരാളിൽ ജനനീം മാറിലൊതുക്കിയങ്ങു വേഗം അവിടെ വിലസിച്ചു വീക്ഷണത്താൽ ഉലകങ്ങൾക്കു സമൃദ്ധിയേകി ദേവി. ശ്ലോകം 9. അതിമോഹന വിഭ്രമാതദാനീം മദയന്തീ ഖലു കാരുണീ നിരാഗാൽ തമസഃ പദവീമദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ. മലയാള പരിഭാഷ. മനതാരിനു വിഭ്രമം വരുത്തും മതിരാ വാരുണി പൊങ്ങി വന്നു പിന്നെ അവളെ അവിടുന്നു നൽകി ദൈത്യർക്കവളാം താമസഹേതുവെന്ന മൂലം. ശ്ലോകം 10. അരുണം ബുധസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേവഹൻ കരാഭ്യാമഖിലാർത്ഥിം ഹര മാരുതാലയേശ. മലയാള പരിഭാഷ. പുതുമേഘമതിന്റെ കാന്തിയോടെ ബത ധന്വന്തരി അങ്ങു പൊങ്ങി പിന്നെ സുധതൻ കലശം വഹിച്ചു കയ്യിൽ സകലാതങ്കമകറ്റു വാതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.